പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾക്ക് കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. കുമ്പസാരത്തേക്കാൾ വലുതാണ് കുർബാന. ആണോ? ഏതാ വലുത്? കുർബാനയാണോ കുമ്പസാരമാണോ? കുമ്പസാരമാണ്. കുർബാനയാണ് ഏറ്റവും ബ്ലെസ്സഡ്, ദ മോസ്റ്റ് ബ്ലെസ്സഡ് സാക്രമെൻ്റ് എന്നാണ് പറയാം. ബ്ലെസ്സഡ് സാക്രമെൻ്റ് നമ്മളിങ്ങനെ പറഞ്ഞ് അതിൻ്റെ ബ്ലെസ്സഡ്നെസ്സിനെ മനസ്സിലാക്കുന്നില്ല. ബ്ലെസ്സഡ് സാക്രമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാക്രമെൻറ്റിനേക്കാളും ബ്ലെസ്സഡ്, ദ മോസ്റ്റ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. അപ്പോൾ ആ കുർബാന എന്നതിന് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട്. കുർബാൻ എന്ന് പറഞ്ഞാൽ ആത്മത്യാഗം, ആത്മദാനം. അപ്പോൾ ആ ആത്മദാനം ആണ് നമ്മുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും സെൻട്രൽ പോയിന്റ്. ദൈവവും മനുഷ്യവംശവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാന ഒരു കാര്യം, ദൈവം മനുഷ്യനായി അവതരിച്ചതും മനുഷ്യന് വേണ്ടി തൻ്റെ ആത്മത്യാഗം, ആത്മദാനം ചെയ്ത് ആ ദൈവം മനുഷ്യനിൽ വന്ന് വസിച്ച് മനുഷ്യനെ ദൈവമാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ദൈവമക്കൾ ആകുന്നത്. ദൈവമക്കൾ. ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈരാവിൻ ശുദ്ധിയ ധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിയിടുന്നു. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈരാവിൻ ശുദ്ധിയ ധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിയിടുന്നു. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോ രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൽ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ പരിശോധിപ്പിൻ വേഗം. സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കിയിടും ഭൗതിക ചിന്ത സരണികളെല്ലാം. അടുത്ത സ്റ്റാൻസയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മന്നിൽ പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. ഒന്നുകൂടി. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മന്നിൽ പാപികൾ വരുവിൻ കടബാധ്യതകൾ
നീക്കുക നിങ്ങൾ. ഇത് നമ്മുടെ സിറോ മലബാർ കുർബാനയിലെ ഒരു വ്യാഖ്യാന ഗീതമാണ്. വ്യാഖ്യാന ഗീതം, ലേഖനം വായിക്കുന്നതിന് മുമ്പുള്ള വ്യാഖ്യാന ഗീതം. അതിൻ്റെ അവസാന ഭാഗത്തിൽ പാടുകയാണ്: നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീക്ഷ്ണൻ ശാമൂലിനയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ തീക്ഷ്ണതയേറും മാതൃക നൽകാം. ശാമൂലം നാഴ്യൂതൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹായവനിൽ തന്നിയമത്താൽ കാഴ്ച പകർന്നു. നമ്മൾ ആദ്യം പാടിയത് ലത്തീൻ ആരാധനക്രമത്തിൽ ഉയർപ്പ് ഞായറാഴ്ച അല്ലെങ്കിൽ ഉയർപ്പ് ഞായറാഴ്ചയുടെ വിജിൽ, ആ രാത്രിയിലെ യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് ആ വലിയ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് വൈദികൻ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന പള്ളി കൂരിരുട്ടായിരിക്കും. അതിലേക്ക് ഈ ഒരു മെഴുകുതിരി മാത്രം ഒന്ന് മനസ്സിൽ കാണുക. പള്ളി മുഴുവനും ഇരുട്ട്, അതിൽ ഈ മെഴുകുതിരിയുമായിട്ട് ക്രിസ്തുവിൻ ജ്യോതി, അതായത് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ് വരുമ്പോൾ സഭയിലെ ഒരു പ്രധാന ഗ്ലോറി ലിറ്റർജിക്കൽ സോങ് ആണ് എക്സോൾട്ടഡ് എന്ന് പറയും. എക്സോൾട്ടേഷൻ, അതായത് ദൈവ മഹത്വം പാടുന്നത്. ആ മഹത്വത്തിൽ പറയുന്നത് ഇതാണ്: ആകയാൽ ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും രക്ഷകനാഗമിക്കാൻ ഹേതുവ പാപമേ ഭാഗ്യപൂർണം. ഈരാവിൻ ശുദ്ധി അധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിയിടുന്നു. കാറ്റഗിസത്തിൽ 412 ഖണ്ഡികയിൽ അത് പറയുന്നുണ്ട്. റോമൻ ആരാധനക്രമത്തിലെ ആഹ്ലാദഗീതം എന്നതിന് പറയുന്നത് എക്സോൾട്ടഡ്, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ആഹ്ലാദത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു: ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായൊരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. ഇത് സെൻറ്റ് തോമസ് അക്വിനാസിൻ്റെ സുമ്മ തിയോളജിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഈ പാപം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രക്ഷകൻ വരുമായിരുന്നോ? രക്ഷകൻ്റെ ആവശ്യമുണ്ടോ? ആകെ കൺഫ്യൂഷനായല്ലേ. ഈ പാപം വന്നതുകൊണ്ടല്ലേ അതിന് രക്ഷകൻ വന്നത്. അപ്പം അതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ആര് ബോധ്യപ്പെടുത്തും? പരിശുദ്ധാത്മാവ്. ഈ വചനമൊക്കെ എല്ലാവർക്കും ബൈ ഹാർട്ടാണ് ഇല്ലേ? പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് നമ്മുടെ തന്നെ പാപത്തെക്കുറിച്ചാണ്. നീ പാപിയാണ്, നിന്റെ പാപങ്ങൾ കിടക്കുകയാണെങ്കിൽ നീ നരകത്തിൽ പോകും. ഇത് മനസ്സിലാക്കി തരാനാണ് പരിശുദ്ധാത്മാവ് വന്നെന്ന് വിചാരിക്കരുത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് മനസ്സിലാക്കി തരും?
പാപത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പാപം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച്. പാപം എങ്ങനെ ഉണ്ടായി, പാപത്തെക്കുറിച്ച്. ആ ഒരു മനുഷ്യൻ മൂലമുണ്ടായ ഇത് തന്നെ കാണുകയാണ്. ഒരു മനുഷ്യൻ മൂലമുണ്ടായ ആ പാപത്തിൽ നിന്നും മനുഷ്യവംശത്തെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ. ഏതാണ് ആ രണ്ടാമത്തെ ഒരു മനുഷ്യൻ? യേശുക്രിസ്തു. ആദത്തിന്റെ പാപം 404. ആദത്തിന്റെ പാപം എങ്ങനെയാണ് അവന്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്? ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യന്റെ ഏക ശരീരം പോലെയാണ്. അതാണ് അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പടി നന്മ ചെയ്യ മുടിയും? അണലിപ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളിൽ വിഷം പകർത്തപ്പെടുന്നത് ആ കുഞ്ഞിൻ്റെ കുറ്റമല്ല. എന്നാൽ പെട്ടെന്ന് ഞാൻ പറയാണ്, വിഷമിക്കണ്ട, യേശു വന്നിരിക്കുന്നത് ഈ വിഷത്തെ എടുത്തു മാറ്റാനാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കുറ്റമല്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ബ്രദർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവരും എൻ്റെ കുറ്റമൊന്നുമല്ല പാപം ചെയ്യണത്, എനിക്ക് എന്തുവേണം ചെയ്യാം, അങ്ങനെയല്ല എൻ്റെ ഉദ്ദേശം. പാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ ഒരു വ്യക്തിയിൽ പാപമുണ്ടാകുന്നു? അണലിപ്പാമ്പിൻ കുഞ്ഞിൻ്റെ ഉള്ളിൽ വിഷം വന്നത് ആ പാമ്പിൻ കുഞ്ഞിൻ്റെ തെറ്റുകൊണ്ടാണോ? അതാണ് പാപത്തെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ സഭയുടെ പ്രബോധനങ്ങളിലെല്ലാം പറയുന്നൊരു കാര്യം, ഈ ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് മനുഷ്യവംശത്തിനുണ്ടായത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ്. അതാണ് ഈശോ പറഞ്ഞത്, അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മനസ്സിലാവും. അതുവരെ അവർക്കും മനസ്സിലായിരുന്നില്ല. അവർ പറയുന്നത് നീ ചെയ്യണം തെറ്റാണ്, നിന്നെ ഞാൻ കൊല്ലും. കൊന്നു. പഴയ നിയമം പുതിയ നിയമത്തിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമായിരുന്നു എന്നുള്ളതാണ്. പഴയ നിയമം പുതിയ നിയമത്തിലേക്കുള്ള ഒരു ഒരുക്കമായിരുന്നു. പഴയ നിയമത്തിൽ തന്നെ പൂർണ്ണത ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ പുതിയൊരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അപ്പോൾ ദൈവനീതി എന്താണെന്നും മനസ്സിലാകണം. അതാണ് ഈശോ മലയിലെ പ്രസംഗത്തിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ. മലയിലെ പ്രസംഗം 3 അധ്യായമാണ്. ഏതെല്ലാമാണ്? മത്തായി 5, 6, 7. ആ 5, 6, 7 സെൻട്രൽ പോയിന്റ് എന്താ? 6-ാം അധ്യായം. ഈ 6-ാം അധ്യായത്തിൻ്റെ സെൻട്രൽ പോയിന്റ് എന്താ? 6:33. 6:33 എന്താ പറയുന്നത്? എല്ലാവർക്കും ബൈ ഹാർട്ടാണ് ആ വചനം. എന്താ പറയുന്നത്? ആദ്യം നീ ദൈവരാജ്യവും അവിടുത്തെ രാജ്യവും, വെറും നീതിയല്ല, അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിനക്ക് മനസ്സിലാവും. കൂട്ടിച്ചേർക്കപ്പെടും. ഈ കൂട്ടിച്ചേർക്കപ്പെടുന്നത് നമ്മുടെ കടബാധ്യത മാറലും വിസ കിട്ടലും ജോലി കിട്ടലും ഇതൊന്നും അല്ല. ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ? എനിക്ക് വിസ കിട്ടാണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു ഇതില്ലാണ്ട് പട്ടിണിയായിട്ട് കിടക്കുമ്പോൾ ഞാൻ ധ്യാനം കൂടാൻ പോയി, ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ വിസ കിട്ടി. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതെൻ്റെ ജീവിതത്തിൽ പൂർത്തിയായി. പ്രൈസ് ദി ലോർഡ്. ഇതാണോ ആ വചനത്തിൻ്റെ അർത്ഥം? അതേ അല്ല. നമ്മളിപ്പോൾ ഈ ലെവലിലേ എത്തിയിട്ടുള്ളൂ. സാരമില്ല,
നമ്മൾ ഈ ലെവലിൽ നിന്ന് ഉയരും. ഈ ലെവലിൽ നിന്ന് ഉയരണം. എന്താണ് ദൈവനീതി? 404 കാറ്റഗിസത്തിൽ ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് അവൻ്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്? ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏക ശരീരം പോലെയാണ്. മനുഷ്യവംശത്തിൻ്റെ ഈ ഐക്യം മൂലം സർവ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുകാരായി. സർവരും ക്രിസ്തുവിൻ്റെ നീതിയിൽ പങ്കുകാരായതുപോലെ, അതാണ് ക്രിസ്തുവിൻ്റെ നീതിയിൽ, ഒരു മനുഷ്യൻ ആയ ക്രിസ്തുവിൻ്റെ നീതിപൂർവമായ പ്രവൃത്തിയിൽ എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്നു. മനുഷ്യവംശം മുഴുവനിലും. ഏതാണ് വചനം? റോമർ 5:18. റോമർ 5:18 എന്ന് വായിച്ചേ. റോമർ 5:18. റോമർ 5:18. അഞ്ച് 17 മുതൽ വായിക്കാം. ഒരു മിനിറ്റ് നമുക്ക് 15 മുതൽ വായിക്കാം. 5:15 മുതൽ കേട്ടോ. എന്നാൽ പാപം പോലെയല്ല, ഇല്ലില്ല, 12 മുതൽ 12. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും. ഈ മരണം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മരണമല്ല. ആദത്തിൻ്റെ പാപം മൂലം അവൻ്റെ ആത്മാവിലുണ്ടായിരുന്ന ആ ദൈവവരപ്രസാദ അവസ്ഥ നഷ്ടപ്പെട്ട് ആത്മാവ് മരിച്ച ഒരവസ്ഥയിൽ, ആ മരണമാണ് അവിടെ പറയുന്നത്. ആദം ശാരീരികമായിട്ട് ജീവിക്കുന്നുണ്ടില്ലേ? ഇല്ലേ? ജോലി ചെയ്യുന്നുണ്ട്. ആദം 930 വർഷം ജീവിച്ചു. പക്ഷേ ആദത്തിൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ് ആയിരുന്നു. ആ മരണം, പാപം ചെയ്തതുകൊണ്ട് മരണം, അതാണ് പാപത്തിൻ്റെ വേദനം, മരണമാണ്. അപ്പോൾ പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെ അങ്ങ് പേടിപ്പിച്ച് ശരിക്ക് തറ പറ്റിക്കൂലേ? അതിൻ്റെ ഏറ്റവും നമ്പർ 1 വചനം ഇതാണ്. പാപത്തിൻ്റെ വേദനം മരണമാണ്. അതോടെ നമ്മുടെ കാറ്റ് പോയി. വചനം പൂർത്തിയായോ? ആ വചനം പൂർത്തിയായോ? അപ്പം ഈ വചനത്തിൻ്റെ പകുതിയെ പറയുന്നുള്ളൂ പലരും. ആ വചനത്തിൻ്റെ ബാക്കി എന്താ പറയണേ? എന്നാൽ ആ വചനം തീർന്നിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദാനമാകട്ടെ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. പാപത്തിൻ്റെ വേദനം മരണമാണ്. എവിടെയാണത്? 6:21 കേട്ടോ. 5 കഴിഞ്ഞിട്ട് 6:21. 5 കംപ്ലീറ്റ് ആയിട്ടില്ല. 6:21 കേട്ടോ. പാപത്തിൻ്റെ വേദനം മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. അപ്പോൾ ഈ ദാനം വന്നോ? ഈ നിത്യജീവൻ വന്നോ? ഈ പാപത്തിൻ്റെ മരണത്തെ യേശുക്രിസ്തു ഏറ്റെടുത്തുവോ? അതാണ് യേശുക്രിസ്തു ഈ പാപത്തിൻ്റെ ഭീകരത മുഴുവനും ഏറ്റെടുത്തുവോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്ത് ഏറ്റെടുത്തു? ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകൾ. കണ്ടോ? തൻ രക്തം ചിന്തി പാപവും അതിൻ്റെ ശിക്ഷകളും ക്രിസ്തു ഏറ്റെടുത്തു. വീണ്ടും റോമർ 5 തന്നെ വരാം. ഒരു മനുഷ്യൻ മൂലം പാപവും
പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അതാണ് അണലിപ്പാമ്പിൻ പൈതകളെ. എല്ലാവരിലും ഈ പാപം പടരുന്നു. ഇപ്പം നമ്മൾ ഈ പാപത്തിൽ നിന്നെല്ലാം മോചിച്ച് ഉത്ഭവപാപത്തിൽ നിന്ന് മോചനം കിട്ടി, ഉത്ഭവപാപത്തിൽ നിന്ന് മോചനം കിട്ടി നമ്മൾ വിശുദ്ധമായി ജീവിക്കുന്ന ഒരു ദമ്പതിമാരാണെന്ന് വിചാരിക്കാം, ഭാര്യയും ഭർത്താവും. നമ്മളെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി എല്ലാ ദിവസവും ഈശോയെ സ്വീകരിച്ച് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിലെ ഈ ഉത്ഭവഭാവം ഉണ്ടാകുമോ? 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 ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഉത്ഭവഭാവത്തിന് മറ്റൊരു പേർക്ക് പറയുന്നത് ജന്മഭാവം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന എല്ലാവരിലും ഈ പാപം ഉണ്ടാവും. എന്തുകൊണ്ട് ജനിക്കുന്ന എല്ലാവരിലും ഉണ്ടാകും? അതാണ് ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് അവൻ്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്. ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏക ശരീരം പോലെയാണ്. ഇതെന്തിനാ ഇങ്ങനെ വേണ്ടത്? എന്തിനാണ് അങ്ങനെ വേണ്ടത്? അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് പറഞ്ഞ യേശു ക്രിസ്തു വെരി ഗുഡ്. ഒന്ന് കൈയടിച്ചേ കേട്ടോ. അപ്പോ ക്രിസ്തു ആ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞപ്പോ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലൂടെ കിട്ടുന്ന ദൈവനീതി എല്ലാ മനുഷ്യർക്കും അവകാശമായിട്ട് വരികയാണ്. പാപത്തിൻ പിഴക്കാരൻ ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും. വീണ്ടും റോമർ 5. എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു, ഇല്ലേ? നിയമം മോശയിലൂടെ നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ഉണ്ടായിരുന്നു. എന്നാൽ നിയമം ഇല്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്തിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. അതായത് പാപത്തിൻ്റെ ഈ പാപം മൂലമുള്ള ആ കോൺസിക്വൻസ് ആണ് മരണം, അതിൻ്റെ ആധിപത്യം. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. ആരായിരുന്നു വരാനിരുന്നവൻ്റെ? ആരാണ് വരാനിരുന്നവൻ? ഈ ക്രിസ്തുവിൻ്റെ പ്രതിരൂപൻ, പ്രീഫിഗറേഷൻ. ഇനി 15. എന്നാൽ പാപം പോലെ അല്ല കൃപാദാനം. കൃപാദാനം എന്താണ്? കൃപ നമ്മൾ പഠിച്ചു. എന്താണ് കൃപ? അതെല്ലാവരും കരമുയർത്തി. ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു. അങ്ങനെ മാനുഷികതയിൽ ദൈവിക ജീവൻ ലഭിച്ചു കഴിയുമ്പോൾ ഈ മാനുഷികതയെ രൂപാന്തരപ്പെടുത്തും. മാനുഷികതയിലൂടെ ഉണ്ടാകുന്ന സ്നേഹവും അല്ലെങ്കിൽ പാപ ആസക്തികളെല്ലാം ഈ പാപഭംഗിലമായ മനുഷ്യന് സ്വയമാറ്റാൻ പറ്റുമോ? സ്വയമാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഈ പാമ്പും കുഞ്ഞിനെ അതിൻ്റെ വിഷമെടുത്ത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അതിന് വേറൊരാൾ വരണം, വിഷമില്ലാത്ത ഒരാൾ വരണം. അതാണ് കൃപയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ പാപികൾ ആയിരിക്കെ നമ്മളുടെ പാപം മനുഷ്യനെ ഒരിക്കലും സ്വയം എടുത്തു മാറ്റാൻ പറ്റില്ല. അത് അർത്ഥത്തിലാണ് ഈശോ പറയുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്നതെന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് മനുഷ്യന് അവൻ്റെ പാപം
പാപത്തിൽ നിന്നോ അവൻ്റെ തിന്മയിൽ നിന്നോ സ്വയം മാറ്റാൻ പറ്റില്ല. ഇത് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കാമോ? പറ്റുമോ? പറ്റുമായിരുന്നെങ്കിൽ പിന്നെ കർത്താവ് ചോദിച്ച് വരേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പോൾ അതാണ്, പാപം പോലെ അല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവൻ്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെ അല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അതാണ്, ഒന്ന് പാപം, ഇനി പാപത്തിൻ്റെ ശിക്ഷ ഉണ്ടായത് പാപം ഉണ്ടായതുകൊണ്ടല്ലേ. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. അതാണ് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, നീതീകരണം. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെ സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതിക്ക് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. പാപം അതിനു മുമ്പുണ്ടായിരുന്നു. നിയമം വന്നതോടുകൂടി പാപത്തിൻ്റെ കൃത്യമായിട്ട് മനസ്സിലായി എന്താണ് പാപമെന്ന്. പാപം വർദ്ധിപ്പിക്കാനെന്ന് എന്ന് പറഞ്ഞാൽ ആ പാപത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കാൻ നിയമം വന്നു. നിയമം വന്നതുകൊണ്ട് പാപം മാറുമോ? അപ്പോൾ നിയമം എന്താ നമുക്ക് തരുന്നത്? പാപത്തെക്കുറിച്ചുള്ള ബോധ്യം തരുന്നു എന്നേ ഉള്ളൂ. അത് പിന്നെ പറയാം. നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തുന്നു. അതാണ് ദൈവനീതിയുടെ ഒരു വലിയ കാര്യം. പെട്ടെന്നത് മുഴുവനും മനസ്സിലാവില്ല. പടിപടിയായിട്ട് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കേ നമുക്ക് മനസ്സിലാവുള്ളത് മുഴുവനും. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഒരു പ്രിലിമിനറി ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ പാപം. അതൊന്ന്, യേശു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. യേശുവിൻ്റെ ആ പരിഹാര ബലിയുടെ കൃപയാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വേണ്ട, ഇതൊരാത്മാവാണെന്ന് വിചാരിച്ചു. ഈ ആത്മാവ് കുമ്പസാരിക്കാൻ പോവുകയാണ്. ഈ ആത്മാവ് കുമ്പസാരിക്കാൻ പോകുമ്പോൾ അതിങ്ങനെ അടച്ചു വെച്ചല്ലെങ്കിൽ കവിഞ്ഞൊഴുകും, കുറച്ച് തുടങ്ങി എന്നാ ഇത് കുമ്പസാരിപ്പിക്കണ അച്ഛനാന്ന് വിചാരിച്ചു. ഞാൻ കുമ്പസാരിക്കാൻ, ഞാൻ മഹാപാപിയാണ്. എൻ്റെ അകത്ത് ഇത്രയും പാപമുണ്ട്, ഇത്രയും കൃപയുള്ളൂ. ഇപ്പം ഞാൻ കുമ്പസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ അകത്തുള്ള പാപം പോവുകയാണ്. ഞാൻ പാപത്തെ ഏറ്റുപറയുകയാണ്. കാരണം എൻ്റെ സകല പാപത്തിനും ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ പരിഹാരം ചെയ്ത് കഴിഞ്ഞതിൻ്റെ കൃപ എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് പാപമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൃപ കിട്ടുമോ? നിനക്ക് പാപമൊന്നുമില്ലേ? എന്നാൽ
പിന്നെ നിനക്ക് കൃപ കിട്ടേണ്ട ആവശ്യം എന്താ? എന്നാൽ എൻ്റെ സകല പാപവും യേശു ഏറ്റെടുത്ത് കഴിഞ്ഞത് കൊണ്ട് കൃപ കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. എങ്ങനെ കിട്ടും? കർത്താവേ, ഇന്ന പാപങ്ങൾ ഞാൻ ചെയ്തു പോയി. ഓക്കെ, വിഷമിക്കണ്ട, അതിൻ്റെ കൃപ ഇതാ. അപ്പോൾ പാപം കുമ്പസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇച്ചിരി ചെറുതായിട്ടാണ് പറഞ്ഞത്, സാരമില്ല. കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇച്ചിരി കൊടുത്തോ. കുമ്പസാരം ചൂടുവെള്ളമാണേ. കുമ്പസാരം ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. കൃപ ഒഴുകി, ഇതാ കൃപ നിറച്ചു, കൃപ കൊണ്ട് നിറച്ചു. ഇപ്പം എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് ഈ പാപം പൂർണ്ണമായിട്ട് പോയത്? എങ്ങനെയാ പോയത്? കൃപ നിറഞ്ഞതുകൊണ്ട്. അപ്പം എന്താണ് കൂദാശ എന്ന് പറഞ്ഞാൽ? കൂദാശ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കൂദാശയുടെ നിർവചനം? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. ആ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അപ്പോൾ ഇത് നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ഈ സാധാരണ നമ്മൾ പാപത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റും, ചിലവർ പറയണത് ആദ്യ കുമ്പസാരത്തിന് തയ്യാറാക്കിയ ആ ലിസ്റ്റ് തന്നെയാണ്, ചെറിയൊരു വേദനയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ, അതെല്ലാം അങ്ങ് പറയും. അപ്പോൾ നമ്മൾ പാപത്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കൃപയെ അല്ല. എന്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം? എന്തിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കണം? കൃപയിലേക്ക്. കൃപ നിറയുമ്പോൾ അതാണ് പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ ആ കൃപയാണ് നമ്മുടെ പാപത്തെ അകറ്റുന്നത്. ഈ കൃപ എങ്ങനെയുണ്ടായി? യേശുക്രിസ്തുവിലൂടെ ഉണ്ടായി. എങ്ങനെ യേശുക്രിസ്തു കൃപ തന്നു? തൻ്റെ ആത്മദാനം, തൻ്റെ ജീവൻ നൽകിക്കൊണ്ട്. തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് ദൈവം നൽകിയ, ഈശോ നൽകിയ കൃപ എനിക്ക് അവകാശമാണ്. ആ അവകാശം, അതിനാണ് എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത്. എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാനുള്ളത്, ഗവൺമെൻറ് എല്ലാവർക്കും അരി ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അവകാശമാണ് എല്ലാവർക്കും അരി. അപ്പോൾ അത് വിതരണം ചെയ്യുന്നതിന് ഒരു സംവിധാനം വേണം, അല്ലാണ്ട് എങ്ങനെ അത് എത്തിക്കും ഓരോരുത്തർ? അതിന് സംവിധാനത്തിനായിട്ട് റേഷൻ കാർഡ് അതിൻ്റെ ഒരു സംവിധാനമാണ്. അപ്പോൾ ആ റേഷൻ കാർഡുള്ളവർ എങ്ങനെ കിട്ടും ഈ അരി? അവർ റേഷൻ കടയിൽ ചെന്നാൽ അവർക്ക് കിട്ടും അരി. സപ്പോസ് ഒരു കാലത്ത് എല്ലാവർക്കും പെട്രോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പെട്രോളിനും ഒരു കാർഡ് ഉണ്ടാവും. അവർ ആ കാർഡുമായിട്ട് വീട്ടിലിരുന്ന പെട്രോൾ കിട്ടുമോ? പെട്രോൾ എവിടെ നിന്ന് കിട്ടും? പെട്രോൾ ടാങ്കിൽ ചെന്നാലേ പെട്രോൾ കിട്ടുള്ളൂ. അപ്പോൾ ആ പെട്രോൾ വിതരണം ചെയ്യുന്ന സംവിധാനത്തിന് എക്കോണമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ എന്ന് പറയും. എന്നപോലെ യേശുക്രിസ്തുവിലൂടെ വലിയ ഒരു ടാങ്ക് നിറച്ച് കൃപ വന്നിരിക്കുന്നു. ലോകം മുഴുവനുള്ള എല്ലാവരുടെയും പാപമേറ്റെടുത്തതിൻ്റെ കൃപയുണ്ട്. ഇതിന് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എക്കോണമി ഓഫ് സാൽവേഷനാണ് ഈ 7 കൂദാശകളും. ആ കൂദാശകളിലൂടെ ഓരോരുത്തരും വിശ്വാസിയായിട്ടുള്ളവൻ, അവൻ്റെ വിശ്വാസമാണ് അവൻ്റെ റേഷൻ കാർഡ്. അതുമായിട്ട് അവനവിടെ ചെന്ന് മുട്ടുകുത്തുമ്പോൾ അവന് അവകാശമായ കൃപ അവന് കിട്ടുന്നു. ആ കൃപ അവനിലുള്ള സകല പാപത്തെയും ശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഇടയിൽ വൈദികൻ കൈ കഴുകണം. അത് വൈദികന്റെ കയ്യിൽ പൊടി തട്ടിക്കളയാനൊന്നുമല്ല. എന്ത് പറഞ്ഞുകൊണ്ടാ കൈ കഴുകണേ? അങ്ങയുടെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടകളുടെയും കറ കഴുകട്ടെ. അപ്പൊ എന്നിട്ട് എന്ത് പ്രത്യുത്തരം എന്ത് പറയും നമ്മൾ? കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളുടെ പാപങ്ങളുടെയും കറകളുടെയും മാലിന്യം പോലും തുടച്ചു മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്
അതെന്താ? കേട്ടു മണിയടി, സമയമായി. ഓക്കെ, ഇത്ര പെട്ടെന്ന് സമയം പോയോ? പെട്ടെന്ന് പോയല്ലേ? ഈ രാവിലെ സമയവും വൈകുന്നേര സമയവും വചനം പറയാൻ നല്ല സമയം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇത്തിരി അരമണിക്കൂർ കൊണ്ട് കാപ്പി പിടിച്ച് വന്നാലോ? എന്താ ഇല്ലേ? നമുക്കെന്നാ ഇപ്പോൾ നിർത്താം. കർത്താവേ, നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപത്തിൻ്റെ സകല തിന്മയുടെ അവസ്ഥയെയും ഈശോ ഏറ്റെടുത്തുകൊണ്ട് അതിന് പകരം കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നീതീകരിച്ചിരിക്കുന്നു. ആ നീതീകരണത്തിലൂടെ ഞങ്ങളുടെ ജീവനെ ഇനി രൂപാന്തരീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഞങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കണമേ. ഇന്നത്തെ കുമ്പസാരത്തിനായിട്ട് ഞങ്ങൾ ഇപ്പോഴേ മുതൽ ഒരുങ്ങുന്നു. ഈ കുമ്പസാരത്തിലൂടെ ഞങ്ങൾ ദൈവനീതിയുടെ അനുഭവത്തിലേക്ക് വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.